നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ. നാടിന്റെ വികസനത്തിന് മുൻഗണന നൽകുമെന്നും KP സതീഷ് ചന്ദ്രൻ. ചെങ്കടൽ തീർത്തു CPM, പുതിയ കരുത്തോടെ പാർട്ടി. കേരളത്തിൽ വികസന സമന്വയമുണ്ടാക്കാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ. വികസനം മാധ്യമങ്ങൾ ദൗത്യമായി ഏറ്റെടുക്കണമെന്നും ഗോപകുമാർ. വിശ്വാസി സമൂഹം ഒഴുകിയെത്തി, വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിന്റെ നന്ദി പ്രകാശ ദിനാഘോഷം കാഞ്ഞങ്ങാടിന് ഉത്സവ നിറവ് പകർന്നു. വിശദമായ വാർത്തകളിലേക്ക്. കൂടുതൽ കരുത്തോടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. മൂന്നാം തവണയും ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത ശേഷം കോളിയെടുക്കത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾക്ക് സമ്മേളനം രൂപം നൽകിയതായി സതീഷ് ചന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന മറുപടികൾ, സമ്മേളനത്തിൻ്റെ നടപടികളാകെ കാസർഗോഡ് ജില്ലയിലെ CPMന് പുതിയ കാലഘട്ടത്തിൻ്റെ കടമകൾ കുറേ കൂടി മെച്ചപ്പെട്ട നിലയിൽ ഏറ്റെടുക്കാനുള്ള കരുത്താണ് പകർന്നു നൽകിയിട്ടുള്ളത്. ആ നിലയിൽ കാസർഗോഡ് ജില്ലയുടെ CPMൻ്റെ ചരിത്രത്തിൽ ഭാവി മുന്നേറ്റത്തിന് വലിയ പ്രചോദനം നൽകുന്ന സമ്മേളനമായിട്ടാണ് ഈ സമ്മേളനം നടന്നത്. വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച സമ്മേളനം കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങളും വീഴ്ചകളും നേട്ടങ്ങളും വിലയിരുത്തി. ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നും ചർച്ച ചെയ്തു. 6 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശനിയാഴ്ച രാത്രി തന്നെ ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രനും പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ മറുപടി പറഞ്ഞിരുന്നു. നാടിനെ ബാധിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെടുന്ന പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. അടുത്ത 3 വർഷം പാർട്ടിയെ നയിക്കേണ്ട നേതൃത്വത്തെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്താണ് സമ്മേളനം സമാപിച്ചത്. സെക്രട്ടറി തെരഞ്ഞെടുപ്പും ഐക്യകണ്ഠേനയായിരുന്നു. പാർട്ടിയിലെ ഐക്യവും കരുത്തുമാണ് ഇത് കാണിക്കുന്നത്. ശനിയാഴ്ച ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെയും തെരഞ്ഞെടുപ്പായിരുന്നു പ്രധാന അജണ്ട. പ്രതിനിധികളുടെ കാഡൻഷ്യൽ റിപ്പോർട്ട് കമ്മിറ്റി കൺവീനർ P ജനാർദ്ദൻ അവതരിപ്പിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ P കരുണാകരൻ, EP ജയരാജൻ, TM തോമസ് ഐസക്, MC ജോസഫൈൻ, KK ശൈലജ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VV ദക്ഷിണമൂർത്തി, MV ഗോവിന്ദൻ എന്നിവർ സമ്മേളനത്തിൽ പൂർണ്ണമായും പങ്കെടുത്തു. ചെങ്കടൽ തീർത്ത് CPM ജില്ലാ സമ്മേളനം ചട്ടഞ്ചാലിന് ഉത്സവ ലഹരി പകർന്നു. ദേശീയപാതയോരത്തെ കൊച്ചുപട്ടണമായ ചട്ടഞ്ചാലിനെ ജനസാഗരമാക്കിക്കൊണ്ടായിരുന്നു ജില്ലാ സമ്മേളനത്തിന് സമാപനമായത്. ചട്ടഞ്ചാലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനസഞ്ചയത്തെ ഉൾക്കൊള്ളാനാവാതെ നഗരം വീർപ്പുമുട്ടി. ജില്ലാ സമ്മേളനത്തിന്റെ സമാപന റാലിയിൽ അണിനിരക്കാൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ വിവിധ നാടുകളിൽ നിന്നായി ജനങ്ങളുടെ പ്രവാഹമായിരുന്നു. 1,00,000-ലേറെ ആളുകൾ സമ്മേളന നഗരിയിലേക്ക് ഒഴുകി. ഇരമ്പിയാർത്ത ചെങ്കടൽ പോലെ പൊയ്നാച്ചിയിൽ നിന്ന് ആരംഭിച്ച ചുവപ്പ് വളണ്ടിയർ സേന സമ്മേളന നഗരിയിലേക്ക് ഒഴുകിയെത്തിയതോടെ ചട്ടഞ്ചാൽ ജനസാഗരമായി മാറി. മാർച്ച് കാണാനും അഭിവാദ്യമർപ്പിക്കാനും വളരെ നേരത്തെ തന്നെ ദേശീയപാതയോരത്തിന് ഇരുവശത്തുമായി ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. ബാൻഡ് മേളത്തിന്റെ താളത്തിനനുസരിച്ച് അടിവെച്ചു നീങ്ങിയ പുരുഷ വനിതാ വളണ്ടിയർമാരുടെ മാർച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തും അച്ചടക്കവും വിളിച്ചോതി. പരേഡ് ജില്ലാ വളണ്ടിയർ ക്യാപ്റ്റൻ നാരായണൻ കുന്നൂച്ചിയും വൈസ് ക്യാപ്റ്റൻ ജഗദീഷും വനിതാ ക്യാപ്റ്റൻ സിന്ധു പനയാലും പരേഡിന് നേതൃത്വം നൽകി. ജില്ലാ കമ്മിറ്റിയുടെയും വിവിധ ഏരിയ കമ്മിറ്റികളുടെയും ബാൻഡ് സംഘങ്ങൾ പരേഡിന് താളം പകർന്നു. പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രചരണങ്ങളെ തള്ളിക്കൊണ്ട് CPIM സംഘടനാപരമായും രാഷ്ട്രീയമായും കരുത്താർജിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ഓരോ സമ്മേളനങ്ങളിൽ നിന്നും ഉണ്ടായത്. ഇന്നിവിടുത്തെ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. 33 പേരെ ഐകണ്ഠേനയാണ് സമ്മേളനം തിരഞ്ഞെടുത്തത്. ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് സഖാവ് KP സതീഷ് ചന്ദ്രനെ
ഐക്യകണ്ഠേന നിശ്ചയിക്കുകയുണ്ടായി. ജില്ലാ സെക്രട്ടറി കെ പി സതീശചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ കെ വി കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കരുണാകരൻ എം പി, ഇ പി ജയരാജൻ MLA തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ വികസന സമന്വയം ഉണ്ടാക്കാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞു. കാസർഗോഡ് മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് മഹോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മുനിസിപ്പൽ വനിതാ കോൺഫറൻസ് ഹാളിൽ പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ രാഷ്ട്രീയ വ്യവഹാരവും മാധ്യമലോകത്തുമായി അടുത്തു നിന്ന് പ്രവർത്തിക്കുന്നതായി, ഒരുപക്ഷെ ഇരട്ടപ്പെട്ട സന്തതികളാണെന്ന് പോലും പറയാം. മാധ്യമങ്ങളിൽ വരുന്നത് രാഷ്ട്രീയം മാത്രമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നതിനകത്ത് രാഷ്ട്രീയം തന്നെയുണ്ട്. ആ നിലയ്ക്ക് രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്ക്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം ഒ വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ പി എസ് മുഹമ്മദ് സഗീർ സ്വാഗതം പറഞ്ഞു. എൻ എ നെല്ലിക്കുന്നി MLA, എം ജി രാധാകൃഷ്ണൻ, പി എം മനോജ്, എൻ പി രാജേന്ദ്രൻ, വി വി പ്രഭാകരൻ, അബ്ദുറഹ്മാൻ കുഞ്ഞുമാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വയർമാൻസ് കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു വയർമാൻസ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പുതുവർഷാഘോഷവും വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ചു. ചടങ്ങ് KSB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം, ഓരോ ദിവസം കൂടുന്നതോറും വൈദ്യുതിയെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിട്ടാണ് ജനജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും പ്രവർത്തനം അത്രയും പ്രാധാന്യമാണ്. ജില്ലാ പ്രസിഡന്റ് ജയചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KSB നെല്ലിക്കുന്ന് സ്റ്റേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ മാത്യു ലൂയിസ്, FJ രാജു, ജഗന്നാഥ് നായക്, PV വർഗീസ്, രാം ഷെട്ടി, K ഗണപതി സിംഗ്, വിനോദ് കുമാർ, അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. NA സുലൈമാൻ അനുസ്മരണവും അവാർഡ് ദാനവും 16-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മേഖലകളിൽ നിറഞ്ഞ സാന്നിധ്യമായി ശോഭിച്ച പരീതനായ NA സുലൈമാന്റെ പേരുള്ള പ്രഥമ പുരസ്കാരം PM മൊഹീദ്ദീൻ മാസ്റ്റർക്ക് സമ്മാനിക്കും. തളങ്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുഹമ്മദ് റഫി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ NA സുലൈമാൻ 3ാം വാർഷിക ചരമദിനത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. മുൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനമാണ് ചെമ്മനാട് സ്വദേശിയായ PM മൊഹീദ്ദീൻ മാസ്റ്റർ. വലിയൊരു ശിഷ്യസമ്പത്തിന്റെ ഉടമയായ മൊഹീദ്ദീൻ മാസ്റ്റർ തളങ്കര പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച വ്യക്തിയാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തളങ്കരയിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന മുഹമ്മദ് റഫി കൾച്ചറൽ സെൻറ്റർ എന്ന സംഘടനയുടെ യശസ്വിനായ NA സുലൈമാൻ്റെ 3ാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് വളരെ വിപുലമായ രീതിയിൽ ഒരു അനുസ്മരണ സമ്മേളനവും അതോടൊപ്പം ഒരു അവാർഡ് ദാനവും സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വരുന്ന ജനുവരി 16 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് നഗരസഭ വനിതാ ഭവനിൽ ആണ് ഈ പരിപാടി ഒരുക്കിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ PS അമീദ്, TA കുഞ്ഞഹമ്മദ് മാസ്റ്റർ, PK സത്താർ, ഏരിയാൽ ഷരീഫ്, TA സാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്ലോബൽ NRI മീറ്റ് ഈ മാസം 15-ന് നടക്കും. കോഴിക്കോട് നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയും അറബ് നാടുകളും തമ്മിലുള്ള സാംസ്കാരിക സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി കഴിഞ്ഞ 4 നൂറ്റാണ്ടുകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ ജനുവരി 15-ന് വൈകിട്ട് 6 മണിക്ക് കോഴിക്കോട് മലബാർ പാലസിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വിദേശ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ അവരുടെ ഭാവിക്കും ക്ഷേമത്തിനു വേണ്ടിയുള്ള പുനരധിവാസ പദ്ധതികൾക്ക് ക്രിയാത്മകമായ രൂപം നൽകുന്ന ഒരു സമ്മേളനമാണ് ഈ ജനുവരി 15-ാം തീയതി കോഴിക്കോട്ട് വെച്ച് സംഘടിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഇതിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, PK അബ്ദുൾ റബ്ബ് എന്നിവരും മറ്റു ഇന്ത്യയിലെ പ്രമുഖരായ സാമ്പത്തിക സാമൂഹ്യ വിദഗ്ധരും സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതാണ്.
കേന്ദ്ര കേരള മന്ത്രിമാർ, വിദേശ നയതന്ത്ര പ്രതിനിധികൾ, NRI പ്രമുഖർ, സാമ്പത്തിക വിദഗ്ധർ സമ്മേളനത്തിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് MV കുഞ്ഞാമു, ആറ്റക്കോയ പള്ളിക്കണ്ടി, ഹസീനർ തളങ്കര, KT വാസുദേവൻ നായർ, MP ഷാഫി ഹാജി, CK അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്വാന്തനം പകർന്ന് ക്ലബ്ബ് പ്രവർത്തകർ. പാറക്കട്ടയിലെ രാജുവിന് കാളിയങ്കാട് യങ്സ്റ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കൈത്താങ്ങ്. ശാരീരിക വെല്ലുവിളി നേരിടുന്ന രാജുവിന് ക്ലബ്ബ് പ്രവർത്തകർ ട്രൈ സൈക്കിൾ വിതരണം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ട്രൈ സൈക്കിൾ നൽകിയത്. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP PT ബാലൻ രാജുവിന് ട്രൈ സൈക്കിൾ നൽകി. മധൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഗോപാലകൃഷ്ണ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ S കുമാർ, 13ാം വാർഡ് മെമ്പർ യശോദ, ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് കുമാർ, സെക്രട്ടറി സഹൻ രാജ്, വൈസ് പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് K, രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാറക്കട്ടയിൽ നാട്ടുകാർ ഭീമൻ പാമ്പിനെ പിടികൂടി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പാറക്കട്ട വാട്ടർ ടാങ്കിന് സമീപത്തെത്തിയ ഭീമൻ പെരുമ്പാമ്പിനെ നാട്ടുകാർ പിടികൂടിയത്. കാട്ടിൽ നിന്നും നാട്ടിലേക്കെത്തിയ പെരുമ്പാമ്പിനെ കൗതുകം നിറഞ്ഞ കണ്ണുകളോടെയാണ് നാട്ടുകാർ വരവേറ്റത്. പാറക്കട്ട വാട്ടർ ടാങ്കിന് സമീപത്തുള്ള സുനിൽ എന്നയാളുടെ സ്ഥലത്താണ് ഭീമൻ പെരുമ്പാമ്പ് വിരുന്നെത്തിയത്. പാറക്കട്ടയിലെയും പരിസരങ്ങളിലെയും നിരവധി പേരാണ് ഭീമൻ പെരുമ്പാമ്പിനെ കാണുവാൻ എത്തിയത്. പിന്നീട് പ്രശാന്ത്, പുഷ്പരാജ്, രമേശൻ, മുരളി, ഗംഗാധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പെരുമ്പാമ്പിനെ പിടികൂടി. തുടർന്ന് പെരുമ്പാമ്പിനെ വനപാലകർക്ക് കൈമാറി. വിശ്വാസ സമൂഹം ഒഴുകിയെത്തി. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിന്റെ നന്ദി പ്രകാശ ദിനാഘോഷം കാഞ്ഞങ്ങാടിന് ഉത്സവ ലഹരി പകർന്നു. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും ഏവുപ്രാസാമിയെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിന്റെ നന്ദി പ്രകാശന ദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ക്രൈസ്റ്റ് CMI പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന് ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്നു. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞരളിക്കാട്ടിന്റെ നേതൃത്വത്തിൽ കൃതജ്ഞതാ ബലി ചടങ്ങുകൾ നടന്നു. CMI സഭാ പ്രൊവൈസർ ഫാദർ ജോസഫ് വൈരൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ ഗേറ്റ് വെച്ചിട്ടുണ്ട്. ആ ഗേറ്റിൽ ഇങ്ങനെ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്: നമ്മളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന കണ്ണികളെക്കാൾ ശക്തമാണ് നമ്മളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന കണ്ണികൾ. ഇതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വാചകം. എന്താണ്? നമ്മളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന കണ്ണികളെക്കാൾ ശക്തമാണ് നമ്മളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന കണ്ണികൾ. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കണ്ണൂർ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ വിനു ക്ലീറ്റസ്, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ, ഫാദർ മാത്യു ആലങ്കോട്, അഡ്വക്കേറ്റ് TK സുധാകരൻ, മാണിക്കോത്ത് ജമാഅത്ത് ഇമാം ഗബീർ ഫൈസി ചെറുകോട്, മുനിസിപ്പൽ കൗൺസിലർ C ശ്യാമള, ക്രൈസ്റ്റ് CMI പ്രിൻസിപ്പൽ ഫാദർ ജോജോ പന്തമാക്കൽ, ഫാദർ മാത്യു മാണിക്കത്ത് എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം വികസന സമിതിയുടെ വാർഷിക പൊതുയോഗം ഒസങ്കടിയിൽ നടന്നു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ഹൊസങ്കടി ഹിൽസൈഡ് ഓഡിറ്റോറിയത്തിലാണ് യോഗം നടന്നത്. ഡോക്ടർ K രമാനന്ദ ബനാരി ഉദ്ഘാടനം ചെയ്തു. ನಮ್ಮ ಈ ಉದ್ದೇಶ ಮಂಜೇಶ್ವರದ ಅಭಿವೃದ್ಧಿಯ ಪ್ರಯಾಸ. ಮಂಜೇಶ್ವರ ಎನ್ನುವುದರ ಭೌಗೋಳಿಕವಾದಂತಹ ವ್ಯಾಪ್ತಿ ಎಷ್ಟು ಅನ್ನೋದನ್ನು ನಾವು ನಿಶ್ಚಯಿಸಿಕೊಂಡು ಈ ಒಂದು ಪ್ರದೇಶದ ಇಲ್ಲಿ ಪ್ರಾದೇಶಿಕತೆಯ ಒಂದು ಪ್ರಶ್ನೆ, ಈ ಒಂದು ಪ್ರದೇಶದ ಸಮಗ್ರವಾದಂತಹ ಅಭಿವೃದ್ಧಿಯನ್ನು ಸಾಧಿಸುವುದಕ್ಕೆ ನಾವೆಲ್ಲರೂ ಒಂದಾಗಿ ಬೇರೆ ಬೇರೆ ಅಭಿಪ್ರಾಯ ಭೇದಗಳು ನಮಗೆ ಸಹಜವಾಗಿ, ಯಾಕಂದರೆ ಅಭಿಪ್ರಾಯ ಭೇದಗಳನ್ನು ನಾವು ಪ್ರಜಾಪ್ರಭುತ್ವದಲ್ಲಿ ಯಾವತ್ತೂ ಗೌರವಿಸ್ತೇವೆ. ಅಂತಹ ಅಭಿಪ್ರಾಯಗಳ ಅಥವಾ MK മജീദ് അധ്യക്ഷത വഹിച്ചു. രാമകൃഷ്ണ ഭട്ട് കണക്ക് അവതരിപ്പിച്ചു. അബ്ദുല്ല കജെ, BV രാജൻ, M ഹരിശ്ചന്ദ്ര, കനില ബഷീർ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. യാക്കൂബ് കുഞ്ചത്തൂരാണ് മഞ്ചേശ്വരം വികസന സമിതിയുടെ പുതിയ പ്രസിഡന്റ്. കജ അബ്ദുല്ല, BV രാജൻ, റഷീദ് എന്നിവരാണ് പുതിയ വൈസ് പ്രസിഡന്റുമാർ. ജനറൽ സെക്രട്ടറിയായി രാമകൃഷ്ണ ഭട്ടിനെ തെരഞ്ഞെടുത്തു. കനില ബഷീർ, മുഹമ്മദ് എന്നിവരാണ് പുതിയ സെക്രട്ടറിമാർ. നാടിൻ്റെ വികസനത്തിനു വേണ്ടിയുള്ള പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വാർത്തകൾ ചുരുക്കത്തിൽ.
വാഹനാപകടത്തിൽ മരിച്ച പാടിയിലെ ഗോപിനാഥിന്റെ മൃതദേഹം സംസ്കരിച്ചു. നവംബർ 27-നാണ് ഗോപിനാഥൻ അപകടത്തിൽപ്പെട്ടത്. ഉക്കിനിടുക്കിയിൽ റബ്ബർ തോട്ടം കത്തിനശിച്ചു. ഗോളിയാടിയിൽ സത്യനാരായണന്റെ പറമ്പിനാണ് തീപിടിച്ചത്. 2 ആഴ്ചയായി കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു വന്ന കാസർഗോഡ് മഹോത്സവം സമാപിച്ചു. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കോഴിപ്പോരിൽ ഏർപ്പെട്ട 6 പേർ അറസ്റ്റിൽ. പൈവള്ളികെ അമ്പിക്കാനത്തിൽ നിന്നായിരുന്നു കോഴിപ്പോര് പിടികൂടിയത്. ആക്ഷൻ കൗൺസിലിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും നേതൃത്വത്തിൽ 22-ന് നടക്കുന്ന പണിമുടക്കിന് നോട്ടീസ് നൽകി. കാഞ്ഞങ്ങാട്ട് പൊതുയോഗവും പ്രകടനവും നടത്തി. ആക്ഷൻ കൗൺസിലിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമിതിയുടെയും നേതൃത്വത്തിൽ 22-ന് സംസ്ഥാന വ്യാപകമായാണ് പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്കിലേർപ്പെടുന്ന ജീവനക്കാർ അതത് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയുണ്ടായി. നോട്ടീസ് നൽകിയ ജീവനക്കാർ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം സമരസമിതി നേതാവ് TP ഉഷ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ UDF ഗവൺമെന്റും വളരെ തന്ത്രപൂർവമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2014 ജൂലൈ മാസം 1-ാം തീയതി നടപ്പിലാക്കേണ്ട ശമ്പള പരിഷ്കരണത്തിന് 2013 നവംബർ മാസത്തിൽ തന്നെ ഒരു ശമ്പള കമ്മീഷനെ നിയമിക്കുകയും ഡിസംബർ 4-ാം തീയതി ചുമതലയേറ്റ ശമ്പള കമ്മീഷൻ അതിന്റെ കാലാവധി 1 വർഷം പൂർത്തീകരിച്ച് ഡിസംബർ 4-ാം തീയതി ആവുമ്പോഴേക്കും കേവലം ഒരു ചോദ്യാവലി മാത്രം പുറപ്പെടുവിച്ചുകൊണ്ട് ശമ്പള കമ്മീഷന്റെ ശമ്പളം പറ്റിക്കൊണ്ട് മുന്നോട്ട് പോയി എന്നല്ലാതെ യാതൊരു വിവിധ പ്രവർത്തനങ്ങളും നടത്തിയില്ല. AK ആൽബർട്ട് അധ്യക്ഷത വഹിച്ചു. TV ഗംഗാധരൻ, N മണിരാജ്, AV പ്രഭാകരൻ, A പവിത്രൻ, K അമ്പാടി, P വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ. നാടിന്റെ വികസനത്തിന് മുൻഗണന നൽകുമെന്നും KP സതീഷ് ചന്ദ്രൻ. ചെങ്കടൽ തീർത്തു CPM, പുതിയ കരുത്തോടെ പാർട്ടി. കേരളത്തിൽ വികസന സമന്വയമുണ്ടാക്കാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ. വികസനം മാധ്യമങ്ങൾ ദൗത്യമായി ഏറ്റെടുക്കണമെന്നും ഗോപകുമാർ. വിശ്വാസി സമൂഹം ഒഴുകിയെത്തി. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിന്റെ നന്ദി പ്രകാശ ദിനാഘോഷം കാഞ്ഞങ്ങാടിന് ഉത്സവ നിറവ് പകർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.